ഈ കോൺഗ്രസ് നേതാവും മണലൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ ടി എൻ പ്രതാപനോട് വളരെ ബഹുമാനമുള്ള ആളുകളിൽ ഒരുവനാണ് ഈ പോകൻ. പ്രതാപനെ ബഹുമാനിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. എനിക്കുള്ള കാരണങ്ങൾ സ്വല്പം വ്യത്യസ്തമാണ്. ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ മുടങ്ങിക്കിടക്കുന്നതും മുടങ്ങാതെ മറക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം പോകന് പറയാനുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ ജാതിമത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ത്യാഗബുദ്ധി. പ്രതാപനിൽ ഈ പോങ്ങൻ കാണുന്ന ഏറ്റവും സവിശേഷമായിട്ടുള്ള ഗുണം അതാണ്, ത്യാഗബുദ്ധി. എന്ന് വെച്ചാൽ എന്തും ത്യജിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ വാസന. പ്രതാപന്റെ ജനനം കേരളത്തിലായത് മലയാളികളുടെ ഭാഗ്യമായിട്ടാണ് കേട്ടോ ഈ പോങ്ങൻ കാണുന്നത്. എവിടെ ജനിച്ചിരുന്നെങ്കിലും പ്രതാപന് പൊതുപ്രവർത്തകനാകാനേ കഴിയുമായിരുന്നുള്ളൂ എന്ന് പറയുന്ന ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്. കാരണം ജനങ്ങളെ സേവിക്കാതെയും സമൂഹത്തെ സമൃദ്ധിപ്പെടുത്താതെയും പാവപ്പെട്ടവരെ പ്രതാപികളാക്കാതെയും ജീവിക്കുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. 1960 പ്രതാപൻ ജനിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1960 മെയ് മാസം 12. സത്യത്തിൽ മലയാളിയായി ജനിക്കാൻ അദ്ദേഹം എടുത്തിട്ടുള്ള ആ തീരുമാനം തന്നെയാണ് പ്രതാപന്റെ ആദ്യത്തെ ത്യാഗമെന്നാണ് എന്റെ ഒരു വിചാരം. നിങ്ങളിൽ പലരും വിശ്വസിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ സത്യം പറയാൻ നിങ്ങളുടെ വിശ്വാസശേഷിയെ മാനിക്കേണ്ട കാര്യം ഈ പോങ്ങനില്ല. അതുകൊണ്ട് പറയാം, 1946 ജൂൺ മാസം 14 ജനിക്കാനാണ് പ്രതാപനോട് ദൈവം ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് ദേവലോകത്ത് അത്യാവശ്യം ചെറിയ പിടിപാടൊക്കെ ഉണ്ട്. അങ്ങനെ അറിഞ്ഞതാണ്, നിങ്ങൾ വിശ്വസിച്ചേക്കില്ല. യഥാർത്ഥത്തിൽ ഈ ഫ്രെഡറിക് റൈസ് ട്രംപ്, മേരി ആൻ മക്ലിയോഡ് ദമ്പതികളുടെ മകനായി ഡൊണാൾഡ് ജോൺ ട്രംപ് എന്ന പേരിൽ അമേരിക്കയിലുള്ള ന്യൂയോർക്കിൽ ജനിക്കാനായിരുന്നു നമ്മുടെ ദൈവം പ്രതാപനോട് പറഞ്ഞത്. എന്നാൽ പ്രതാപൻ അതിന് തയ്യാറായില്ല. അദ്ദേഹം തന്റെ മാതാവായി കാളിക്കുട്ടിയെയും പിതാവായി തോട്ടുങ്ങൽ നാരായണനെയും തിരഞ്ഞെടുത്തു. എന്നാൽ അക്കാലത്ത് അവർ വിവാഹിതരാവുകയോ അല്ലെങ്കിൽ കേരളം ജനിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് പ്രതാപൻ വളരെ ക്ഷമയോടെ കാത്തിരുന്നു എന്നുള്ളതാണ് നേര്. ഒടുക്കം നാരായണ കാളിക്കുട്ടിയും കെട്ടി, അതുപോലെ തന്നെ കേരളം പിറക്കുകയും ചെയ്തു. ആ തക്കത്തിന് പ്രതാപൻ കേരളത്തിൽ വന്ന് മലയാളിയായി ജനിച്ചു. ദൈവം പറഞ്ഞത് കേട്ട് അമേരിക്കയിൽ ജനിച്ചിരുന്നുവെങ്കിൽ ടി എൻ പ്രതാപൻ ഇന്ന് ട്രംപ് പ്രതാപനായി അവിടുത്തെ പ്രസിഡന്റായി അങ്ങനെ അങ്ങ് വാഴേണ്ടവനായിരുന്നു. വളരെ പ്രതാപകരമായിട്ടുള്ള ആ ജീവിതം ത്യജിച്ചാണ് നമ്മുടെ പ്രതാപൻ കേരളത്തിൽ ജനിക്കാൻ തയ്യാറായിട്ടുള്ളത്. അമേരിക്കയുടെ നഷ്ടം കേരളത്തിന് ഭാഗ്യമായി എന്ന് മാത്രമേ പോങ്ങൻ കരുതുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു പക്ഷം സകല മലയാളികളുടെയും മുന്നിൽ പോങ്ങൻ വളരെ താഴ്മയോടുകൂടി അവതരിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും അങ്ങ് അമേരിക്കയിൽ ജനിച്ച് ട്രംപ് ആവാതെ കേരളത്തിൽ വന്നു ജനിച്ച് മലയാളികളുടെ പ്രതാപമായത് മാത്രമല്ല കേട്ടോ പ്രതാപന്റെ ത്യാഗം. പോങ്ങൻ അങ്ങനെ കരുതുന്നില്ല. 2019 മുതൽ 5 കൊല്ലക്കാലം അദ്ദേഹം ജീവിച്ചത് അങ്ങ് ദില്ലിയിലാണ്, രാജ്യതലസ്ഥാനത്ത്. തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രതിനിധിയായി ദില്ലിയിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ ഭാഷ പോലും പ്രതാപന്റെ വായിലുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതായത് അമേരിക്കയിൽ ജനിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ഇംഗ്ലീഷ് പ്രതാപന്റെ നാവിന് ഒട്ടും തന്നെ വശമില്ലല്ലോ. പ്രതാപൻ ജനിച്ചു വളർന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിട്ടുള്ള ആ തളിക്കുളത്തേക്ക് ഹിന്ദി ഒന്നും വന്നിട്ടുമില്ല. അപ്പൊ സ്വന്തം വിശപ്പിനും ദാഹത്തിനുമുള്ളത് ആംഗ്യ ഭാഷയിൽ ചോദിച്ച് പ്രതാപന് വേണമെങ്കിൽ തരപ്പെടുത്തി എടുക്കാമെന്ന് വയ്ക്കാം. എന്നാൽ തൃശ്ശൂരുകാർക്ക് വേണ്ടത് നേടാൻ പാർലമെന്റിൽ ചെന്ന് വയറ്റത്തടിച്ച് യാചിച്ചാൽ മാത്രം പോരല്ലോ. അതുകൊണ്ട് മതിയാവില്ല കാര്യങ്ങൾ. എന്നിട്ടും 5 കൊല്ലക്കാലം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പച്ച മലയാളത്തിൽ അങ്ങോട്ടേക്ക് അരച്ചു ചാലിച്ച് നാവിൽ പുരട്ടിക്കൊണ്ട് പ്രതാപൻ തൃശ്ശൂരുകാരെ കണ്ടമാനം പോറ്റി. എന്നിട്ടും പക്ഷേ 2024 സുരേഷ് ഗോപിയോട് മത്സരിക്കാൻ ആ പ്രസ്ഥാനം പ്രതാപനെ ഒട്ടും തന്നെ അനുവദിച്ചില്ല. കെ മുരളീധരന് വേണ്ടി ആ ത്യാഗ പ്രതാപൻ മണ്ഡലം ത്യജിച്ചു കളഞ്ഞു. ഉള്ളിൽ കണ്ടമാനം നിലവിളിച്ചുകൊണ്ട് മുരളീധരന്റെ മുഖത്തെ വിയർപ്പ് തുടച്ചു കൊടുക്കുന്ന പ്രതാപനെ കോൺഗ്രസുകാർ കണ്ടു, നാട്ടുകാർ കണ്ടു, മലയാളികൾ കണ്ടു, മാലോകർ കണ്ടു. അതുകൊണ്ടാവണം 3ാം സ്ഥാനത്തേക്ക് മുരളീധരൻ തെറിച്ചു പോയത്. അതായത് 2019 കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ടിൽ നിന്നും 87,000-ഓളം വോട്ടുകൾ കുറയ്ക്കാൻ മുരളീധരനൊപ്പം പ്രതാപനും മത്സരിച്ചിരുന്നു എന്നാണ് പോങ്ങന്റെ ഒരു വിചാരം, വിശ്വാസം. സത്യത്തിൽ മുരളിയുടെ പരാജയം ത്യാഗപ്രതാപന്റെ വിജയമാണെന്നും ഈ പോങ്ങൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഏത് പ്രതാപനോടുള്ള പോങ്ങന്റെ ബഹുമാനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മനുഷ്യരോട് പ്രകടിപ്പിക്കുന്ന തുല്യതയാണ്. അതിസമ്പന്നരെയും അതിദരിദ്രരെയും തുല്യ നിലയിൽ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം പ്രതാപൻ കൊണ്ടു നടന്നിരുന്നു. ദൗർഭാഗ്യവശാൽ ഇടതു സർക്കാർ അതിദാരിദ്ര്യം നിരോധിച്ചതിനാൽ നിലവിൽ തുല്യ നിലയിൽ തനിക്ക് യഥേഷ്ടം സ്നേഹിക്കാൻ വേണ്ടുന്ന അളവിൽ അതിദരിദ്രരെ പ്രതാപന് സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കുറവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. അതിനാൽ അതിദരിദ്രർക്ക് നൽകേണ്ട സ്നേഹം കൂടി യൂസഫ് അലിയെ പോലുള്ള അതിസമ്പന്നർക്ക് നൽകി പ്രതാപൻ ആശ്വസിക്കുകയാണ് ചെയ്തു വരുന്നത് പറയുന്ന വിഷമം പിടിച്ച അവസ്ഥ പ്രതാപൻ നേരിടുന്നുണ്ട് എന്നുള്ളതും ഈ സമയത്തൊന്ന് പറഞ്ഞു പോവുകയാണ്.
പ്രതാപൻ വെച്ച് പുലർത്തുന്ന വളരെ സവിശേഷമായ ഒരുതരം മതേതര ആസക്തിയുണ്ട്. അദ്ദേഹത്തോട് ബഹുമാനം പുലർത്താൻ എന്നെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം തീർച്ചയായും ആ മതേതര ആസക്തിയാണ്. സാധാരണയായി മനുഷ്യരുടെ പേരുകളിലാണല്ലോ ഏറ്റവും അധികം മതം പുരണ്ടിരിക്കുന്നത്. മനസ്സിൽ മതമില്ലാത്തവന്റെ പേര് നോക്കിയാൽ പോലും ആ പേരിൽ അയാളുടെ മതം പുരണ്ടിരിക്കുന്നത് കാണാം. മനസ്സിലില്ലാത്ത മതം പേരിലുണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ ആരിഫ് ഹുസൈൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ മതമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പേരിൽ കൃത്യമായും മതമുണ്ട്. ആരിഫിന്റെ കാര്യം പോട്ടെ, പ്രതാപനെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് പ്രതാപൻ എന്ന പേര് കേട്ടാൽ എന്താണ് ഒരു മതേതര മലയാളിയുടെ മനസ്സിലേക്ക് വരിക? പണ്ടായിരുന്നെങ്കിൽ ഒരു ഹിന്ദു, ഇന്നാണെങ്കിൽ സംഘി, അല്ലെ? എന്നാൽ അദ്ദേഹം തന്റെ മകന് പേരു നൽകിയത് ആഷിഖ് എന്നാണ്. ആഷിഖ് അറബിയിൽ ആരാധകൻ എന്നാണ് ആഷിഖിന്റെ അർത്ഥം. ആരാധകൻ. മതേതരത്വത്തോടുള്ള പ്രതാപന്റെ അടങ്ങാത്ത ആസക്തിയുടെ ഉദാഹരണമല്ലേ അത്, ആ ആഷിഖ് എന്ന പേര്, അല്ലേ? ഞാനിപ്പോൾ ആ ത്യാഗ പ്രതാപനെ പറ്റി അല്ലെങ്കിൽ തുല്യ പ്രതാപനെ പറ്റി, അതുമല്ല എന്നുണ്ടെങ്കിൽ മതേതര പ്രതാപനെ പറ്റി ഓർക്കാനും പറയാനും ഒക്കെ തക്കതായിട്ടുള്ള കാരണമുണ്ട്. പ്രതാപനോട് പോങ്ങൻ വെച്ച് പുലർത്തുന്ന വളരെ വേറിട്ട ആ ബഹുമാനത്തിന് സ്വല്പം ഇടിവ് പകരുന്ന പ്രകടനമായിരുന്നു ഇന്നലെയല്ല മിനിയാന്ന് വാടാനപ്പള്ളിയിൽ നടന്നിട്ടുള്ള ആ കിറ്റ് സംഭവം. BJP കിറ്റ് വിതരണം ചെയ്തു, സിനിമാ താരമായിട്ടുള്ള ദേവനെ കാട്ടി BJP വോട്ട് പിടിക്കുന്നു എന്നൊക്കെയാണ് പ്രതാപൻ പറയുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ രണ്ടു വശങ്ങളുണ്ട്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പ്രതാപൻ ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ അത് സ്വന്തം കഴിവുകേട് കൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രതാപൻ വെളിപ്പെടുത്തുന്നത്. കാരണം 5 കൊല്ലം ആ പ്രദേശം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിയാണല്ലോ നമ്മുടെ ഈ പ്രതാപൻ. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം ജനപ്രതിനിധിയായി പ്രതാപൻ ഭരിപ്പ് പണി ചെയ്തിട്ടുമുണ്ട്. ജനസേവയല്ലാതെ മറ്റൊരു തൊഴിലും എടുത്ത് അദ്ദേഹം കുടുംബം പോറ്റിയതായിട്ടും നമുക്ക് ആർക്കും അറിവില്ല. എന്നിട്ടും BJP-ക്കാർ കിറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ആര് കൊടുത്താലും അത് വാങ്ങിയിട്ട് തങ്ങളുടെ വോട്ട് അവർക്ക് വിൽക്കാൻ മാത്രം സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ അവിടെ ഉണ്ട് എങ്കിൽ അത് പ്രതാപന്റെ പൊതുപ്രവർത്തനത്തിന്റെ പരിമിതിയല്ലേ? അല്ലെ? 66 വയസ്സായ പ്രതാപൻ 50 കൊല്ലമായി അവിടെ ജനസേവ ചെയ്യുന്നു. കാരണം വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തുടങ്ങിയതാണല്ലോ ഇതൊക്കെ. അദ്ദേഹം പലവട്ടം ജനപ്രതിനിധിയുമായി. എന്നിട്ടും ആരെങ്കിലും വന്ന് കിറ്റ് കൊടുത്താൽ അതുകൊണ്ട് പശിയാറ്റാൻ അവിടുള്ള മനുഷ്യർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് പ്രതാപന്റെ പരാജയമല്ലേ? ആണെന്നാണ് എന്റെ വിചാരം. അല്ലെങ്കിൽ വലിയ പ്രതാപികളായിട്ടുള്ള നിങ്ങൾ പൊതുപ്രവർത്തകരുടെ കഴിവുകേടാണത് എന്നുള്ളത് പോങ്ങൻ മടികൂടാതെ പറയും. എന്തായാലും എനിക്കതിൽ ഒട്ടും തന്നെ അതിശയമില്ല കേട്ടോ. കാരണം സ്വന്തം കുഞ്ഞിന്റെ പഠനത്തിനു വേണ്ടി സാമ്പത്തിക സൗകര്യം യൂസഫലിക്ക നൽകിയെന്ന് നന്ദിയോടെ കണ്ണു നിറഞ്ഞ പ്രതാപൻ പറഞ്ഞത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും വളരെ വ്യക്തമായി നിൽപ്പുണ്ട്. സ്വന്തം മകളെ പഠിപ്പിക്കാൻ പോലുമുള്ള ശേഷി പ്രതാപനിൽ ഇല്ലാതെ പോയത് കൊണ്ടാണല്ലോ മുതലാളിയുടെ സാമ്പത്തിക സഹായം കൊണ്ട് മകളുടെ പഠിപ്പ് കഴിപ്പിക്കേണ്ടി അദ്ദേഹത്തിന് വന്നതല്ലേ? സ്വാഭാവികമായും മകളുടെ പഠിപ്പ് നോക്കാൻ പ്രാപ്തിയില്ലാത്തവന് മണ്ഡലത്തിലെ പൗരന്മാരുടെ പശിക്ക് പരിഹാരം പകരാൻ കഴിയുമെന്ന് പറയുന്ന വിശ്വാസം വെച്ചു പുലർത്തുന്നത് വളരെ അബദ്ധമായിരിക്കുമെന്ന് പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. ആ ബോധ്യമുള്ളതുകൊണ്ടാണ് എനിക്ക് അതിശയവും ഇല്ലാത്തത്. മാത്രവുമല്ല, അതിദരിദ്രരെ ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുന്ന ഒരു നാട്ടിൽ അന്നക്കിറ്റ് വാങ്ങാൻ ആളുണ്ടെന്ന് പറയുന്നത് സത്യത്തിൽ സർക്കാർ വിരുദ്ധ പ്രസ്താവന പോലുമല്ലേ പ്രതാപ? അങ്ങനെയും വിചാരിക്കട്ടെ. അതിദരിദ്രരില്ല എന്നാണല്ലോ വൈപ്പ്. അങ്ങനെയുള്ളപ്പോ ഒരു കിറ്റ് കണ്ടാൽ, അന്നക്കിറ്റ് കണ്ടാൽ ആരെങ്കിലും ആവേശത്തോടെ കൈ നീട്ടുമോ? അതെന്തോ ആവട്ടെ, ഈ കിറ്റ് വിവാദം കൊണ്ട് മറ്റൊരു ക്രൂരതയും പ്രതാപൻ ചെയ്തു എന്ന് പറയുന്ന ഒരു വിശ്വാസവും പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. സത്യത്തിൽ സ്വന്തം നാട്ടുകാരുടെ അഭിമാനത്തെ അപമാനിക്കുകയും അവരുടെ ആമാശയത്തെ അധിക്ഷേപിക്കുകയുമാണ് പ്രതാപൻ ചെയ്തതെന്ന് കൂടി ഞാൻ പറയും. അതായത് കിറ്റ് വാങ്ങി വോട്ട് കൊടുക്കാൻ മാത്രം ജനാധിപത്യ ബുദ്ധി ഇല്ലാത്തവരാണോ ആ നാട്ടിലെ പൗരജനത? അങ്ങനെയാണോ പ്രതാപൻ വിശ്വസിക്കുന്നതും പറയുന്നതും? അല്ലെങ്കിൽ സിനിമാ താരത്തിന്റെ ആ ഗ്ലാമറിൽ അങ്ങോട്ടേക്ക് മയങ്ങി സമ്മതിദാനം വിനിയോഗിക്കുന്നവരാണ് ആ നാട്ടുകാരെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മര്യാദകേടല്ലേ? അത് ക്രൂരതയല്ലേ? അവരെ കളിയാക്കുന്ന തുല്യമല്ലേ? ഇനി പ്രതാപന്റെ ഒക്കെ ജനസേവനാസക്തിക്ക് ഇരപ്പെട്ട് അന്നം മുട്ടിപ്പോയിട്ടുള്ള മനുഷ്യർ അവിടെ ഉണ്ട് എങ്കിൽ തന്നെ അവർക്ക് ആരെങ്കിലും ഒക്കെ അന്നക്കിറ്റ് നൽകിയാൽ അതിൽ ഇടങ്കോലിട്ട് അവരുടെ അന്നം മുടക്കേണ്ട കാര്യം പ്രതാപനുണ്ടോ? ഊട്ടാൻ കഴിവില്ലാത്തവൻ ഊട്ടിക്കാൻ നോക്കുന്നവരെ ആട്ടിപ്പായിക്കാൻ നിൽക്കുന്നത് വൃത്തികേടാണ്. അന്നക്കിറ്റിനു പകരം ഗ്യാസ് കുറ്റി കൊടുത്താൽ അത് തീർച്ചയായിട്ടും ഒരു സ്വാധീന ശ്രമമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം, പറയാം, മനസ്സിലാക്കാം, കണക്കാക്കാം. അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കിറ്റിൽ കള്ളും കഞ്ചാവും ഒക്കെ ആയിരുന്നുവെങ്കിലും നമുക്ക് പഴിക്കാം, അല്ലെ? ഇതങ്ങനല്ലല്ലോ. പദാർത്ഥങ്ങളല്ലേ ആ കിറ്റിൽ ഉണ്ടായിരുന്നത്. അത് കിട്ടിയാൽ തന്നെ നാട്ടുകാർ ഒരു നേരത്തെ കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ ഒരു നേരത്തെ വിശപ്പങ്ങോട്ട് ആറ്റുക മാത്രമല്ലേ ചെയ്യുണ്ടായിരുന്നുള്ളൂ. അതുപോലും മുടക്കുക എന്ന് പറയുന്നത് മര്യാദകേടല്ലേ? നിങ്ങളൊക്കെ വലിയ ആൾക്കാരായതുകൊണ്ട് മുതലാളിമാർ നിങ്ങളെ സഹായിക്കുമായിരിക്കും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുമായിരിക്കും, അവരെ പഠിപ്പിക്കുമായിരിക്കും, അവരെ വളർത്തുമായിരിക്കും, കെട്ടിച്ചുവിടുമായിരിക്കും. പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? അവൻ ഒരു നേരത്തെ അന്നം ഈ ഒരു പേരിലെങ്കിലും ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തോട്ടെ, അവര് വിഴുങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കണം. വിശപ്പുള്ളവന്റെ ബുദ്ധിമുട്ട് ചെറിയ കാര്യമല്ല, അതിങ്ങനെ വിളിച്ചു പറയരുത്. ഡിജിറ്റൽ കേരളത്തിലെ പ്രഥമ സൈബർ തെണ്ടി കൂടിയാണ് ഈ പോങ്ങൻ. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് ദരിദ്രരെ
തെണ്ടി എന്ന് വിളിക്കരുത്, ചെറ്റകൾ എന്ന് വിളിക്കരുത്. നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കണം. ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടായി പോകുന്നത് അത് സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്, ആ വ്യക്തിയുടെ കുറവല്ല. മനസ്സിലായോ? ആരെങ്കിലും അന്നക്കിറ്റിന് നേരെ കൈ നീട്ടി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ്, നിങ്ങളുടെയൊക്കെ പൊതുജന സേവനാസക്തി കൊണ്ടാണ്. കാര്യപ്രാപ്തിയുള്ള ഒരു മനുഷ്യന് 10 കൊല്ലം മതി ഈ നാട് നന്നാക്കാൻ. മനസ്സിലായോ? ഭരണ നിപുണതയുള്ള ഒരു മനുഷ്യന് 10 കൊല്ലം ഉണ്ടെങ്കിൽ നാട് നന്നാക്കി എടുക്കാം. അത് നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഇതിനുമാതിരി മനുഷ്യരെ കളിയാക്കുന്ന പരിപാടിയായി പോയി പ്രതാപ. പോങ്ങന് നിങ്ങളോടുള്ള ബഹുമാനം തീർച്ചയായിട്ടും വല്ലാതെ കണ്ടങ്ങ് ഇടിഞ്ഞുപോയി. അത്രേ പോങ്ങൻ പറയുന്നുള്ളൂ. വല്ലാതെ കണ്ടങ്ങ് ഇടിഞ്ഞുപോയി. വളരെ മോശമാണിത്, വളരെ മോശമാണ്, വളരെ മോശമാണ്. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഈ ചാനലൊന്ന് പറ്റുമോ? സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സമ്മതിദാനത്തിനായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അടുത്ത 5 കൊല്ലം കഴിഞ്ഞേ നമുക്ക് ഒരവസരം കിട്ടുള്ളൂ നിയമസഭയിലേക്ക് ആളെ പറഞ്ഞു വിടാൻ. നമ്മളുടെ പ്രതിനിധിയായി നമുക്ക് ഒരാളെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ ഇനി 5 കൊല്ലം കാത്തിരിക്കണം. 5 കൊല്ലം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ചെറിയ കാലമല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ സമ്മതിദാനം വിനിയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം. ടാറ്റ. ഒന്നുകൂടി ചോദിക്കുകയാണ്, ഈ ചാനലൊന്ന് പറ്റില്ലേ, ചെയ്യില്ലേ? സ്നേഹം.